കുറേ മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ നീറ്റ് ആൻഡ് കീമിൻ്റെ ക്രാഷ് കോഴ്സിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മക്കളെ, ഓൾറെഡി നമ്മുടെ ബാച്ച് നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാച്ച് റണ്ണിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ച് നീറ്റ് ആൻഡ് കീമിൻ്റെ ക്രാഷ് ബാച്ച് നമ്മളിതേ മാർച്ച് 28-ന് പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ നീറ്റായാലും ജെയ്ക്കായാലും നിങ്ങൾക്ക് ഒരു 1 മന്താണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കാം. കാരണം നമ്മുടെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, മോക്ക് എക്സാം ഉണ്ടാകും, പിന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു ബുക്ക് കിട്ടും. ഈ ഒരു ബുക്കിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് നമ്മൾ ഈ വർഷം പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ 3 എക്സാമുകൾ ഉണ്ടാവും. പിന്നെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കാണെന്നുണ്ടെങ്കിൽ OMR ഷീറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ഡിസിഷൻ, അതായത് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് തന്നെയാണോ നിങ്ങളുടെ ജേർണി, അല്ലെങ്കിൽ ഇത് തന്നെയാണോ നിങ്ങളുടെ പാത്ത് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇപ്പം റിപ്പീറ്റൊക്കെ ചെയ്തപ്പോൾ എൻ്റെ അറിവിൽ കുറേ മക്കളുണ്ട് റിപ്പീറ്റ് ചെയ്തു, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു പ്രഷറും അതൊന്നും താങ്ങാൻ വേണ്ടി പറ്റണില്ല, അല്ലെങ്കിൽ അതല്ല അവരുടെ വേ എന്ന് മനസ്സിലാക്കി ഡ്രോപ്പ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ഡ്രോപ്പ് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ വഴി അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പം ഇനിയുള്ളൊരു സമയം സിൻസിയറായിട്ട് ഹാർഡ് വർക്കിൽ പഠിക്കാം. അപ്പോൾ ആ പഠിച്ചതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് ആ ഒരു എക്സാമിൽ May 3 നമ്മുടെ നീറ്റിൻ്റെ എക്സാമൊക്കെ നടക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കുറച്ച് സമയത്ത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു NCERT വെച്ച് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് അതിലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ലോകത്തുള്ള എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമല്ല ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ടൈമാണ് നമുക്കിനി വരുന്ന നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു സമയം. അപ്പോൾ ആ സമയം വെറുതെ ഒന്നും പഠിക്കാതെ പോയിട്ട് എക്സാം എഴുതുന്നതിനേക്കാൾ നല്ലതായിരിക്കും ഒരു 1 മന്ത് കോച്ചിങ് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മുടെ നീറ്റ് ആൻഡ് കീം ക്രാഷ് നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാണെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, പഠിക്കാം. ഓക്കെ, വേറെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചൊരു 1 മന്ത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം.